അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു ചേട്ടനെ കാണാനാണ്. ഒരു അപാര കല്യാണ വിശേഷത്തിനെ കുറിച്ച് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി. ആരാണെന്നല്ലേ ഈ ഹാൻസം ആയിട്ടുള്ള ആൾ? അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. കൈലാഷ്, യെസ്, വെൽക്കം. നമസ്കാരം. ഞാൻ ഇൻട്രൊഡക്ഷൻ കേട്ടെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെയാണോ പറയണമെന്ന് വിചാരിച്ചു. അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറയാലോ. ഹാൻസം, സോ അതുകൊണ്ടാട്ടോ. സന്തോഷം, താങ്ക് യു, ഞാൻ സന്തോഷിച്ചു. അപ്പോൾ ഇപ്പൊ ഈ പുതിയ സിനിമ മഹാറാണി അല്ലേ, അതെങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ ഒരു മഹാറാണി നന്നായി പോകണം, തിയേറ്ററിലുള്ളത്. എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അത് നിങ്ങൾ എല്ലാ ഇന്റർവ്യൂസും ചോദിക്കണം, ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ? അത് വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്. ഓരോ ലൊക്കേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൂസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്സ്, അങ്ങനെ ഡിഫറെൻ്റ് ആണല്ലോ എല്ലാം. അല്ലാതെ സെയിം ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ലല്ലോ ചെയ്യണം. അപ്പോൾ എക്സ്പീരിയൻസസ് കാണുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഞങ്ങൾക്കും കൂടെ ഷെയർ ചെയ്താൽ സന്തോഷമാകും. ആ രീതിയിലാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് തോന്നുന്നത് എക്സ്പീരിയൻസ്. ആ വാക്കേ ഉള്ളൂ, എനിക്കിനി അല്ലാതെ വാക്കിനെ ഉണ്ടാക്കാൻ എനിക്കറിയാം. അതെ അതെ, ശരി, അനുഭവം അല്ലേ? അല്ലെ പിന്നെ ഹിന്ദിയിലും എല്ലാം പറയേണ്ടി വരും. അത് നമുക്കറിയില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ മഹാറാണി നമ്മുടെ മാർത്താണ്ഡനൊപ്പം ക്ലീറ്റസിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ്. ഒരു നടന്ന സംഭവമാണത്. രതീഷ് രവി, നമ്മുടെ റൈറ്റർ, ഇഷ്കിനൊക്കെ എഴുതുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയ ഒരു സംഭവമാണത്. പിന്നെ അതിന് കുറച്ച് ഫിക്ഷൻ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ്. ഈ ബോയ്സ് ഹോസ്റ്റലിൽ ചെല്ലുന്ന പോലെ ഒരുപാട് ആക്ടേഴ്സും എല്ലാ ആമ്പിള്ളേരും 10-30 പേര് ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു. ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ നല്ല റെസ്പോൺസ് വരുന്നതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു അപാര കല്യാണ വിശേഷം. അതൊരു അപാരമാണോ ഒരു ഭാര്യയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും സസ്പെൻസ് ആണ് ആ സിനിമയ്ക്കകത്തുള്ള. അപ്പോൾ അത് നമുക്ക് നേരിട്ട് എല്ലാവരും അത് നേരിട്ട് കണ്ടു തന്നെ അറിഞ്ഞോട്ടെ. എന്നാലും ചേട്ടൻ അതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എങ്ങനെയാണ്? നല്ല എന്താ കോമഡിയാണോ? എങ്ങനെയാണ് ക്യാരക്ടർ? ഒരു 5 സുഹൃത്തുക്കളുടെ കഥയാണ് ഒരു അപാര വിശേഷം, അപാര കല്യാണ വിശേഷം. അതിനകത്ത് നമ്മുടെ ഭഗത്ത്, അതുപോലെ അഷ്കർ, ഞാൻ, നമ്മുടെ ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആക്ടേഴ്സ് അതിനകത്തുണ്ട്. അതിൽ ഇവർക്കെല്ലാം ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളൊക്കെ അങ്ങനെയുള്ള കൂട്ടുകാരമ്മ അങ്ങനെയൊക്കെയല്ലേ വിളിക്കല്? പൈലറ്റ്. അപ്പം ഒരാൾ വണ്ടി ഓടിക്കുന്ന ആളാണ്, അയാൾ പൈലറ്റ് എന്നാണ് വിളിക്കുക. മറ്റേ ടയർ കട നടത്തുന്ന ആളെ പഞ്ചറെന്നും, പെയിൻ്റ് അടിക്ക് പോകുന്ന ആളെ കളറെന്നും ഒക്കെ വിളിക്കുന്ന ഒരു സൗഹൃദം. അതിൻ്റെ ഇടയിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് കല്യാണപ്രായമായിരുന്നു, കല്യാണം കഴിക്കണമെന്നൊക്കെ ചിലർക്ക് തോന്നലും, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ശ്രമിക്കുന്നതും, അന്നേരം സ്വാഭാവികമായി അവർ ഫേസ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങളും ചോദ്യചിഹ്നങ്ങളും ഒക്കെ ആണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം. പുതിയ സംവിധായകനാണ് അനീഷ് എന്നാണ് ഇതിൻ്റെ പേര്. പുതിയ പ്രൊഡ്യൂസേഴ്സാണ് അവർ. 3 പേരാണ് പ്രധാനമായിട്ട്. അവർ 10-18 പേരുള്ള ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഈ സിനിമ അവരുണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും 18 പേരുണ്ട് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. പക്ഷേ ഒരു കൂട്ടായ്മ, അവർക്ക് കലാപരമായ ഇഷ്ടങ്ങളുള്ള, താല്പര്യങ്ങളുള്ള കുറച്ചധികം ആൾക്കാരാണ്. നമ്മൾ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു നാട്ടിൻപുറത്തുള്ള ഒരു കുഞ്ഞു സിനിമ. പക്ഷെ എന്തായാലും നല്ല അടിപൊളി സിനിമയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ആ ടൈറ്റിൽ തന്നെ അടിപൊളിയാണ്. അപ്പം അതല്ലാണ്ട് ചേട്ടൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പ്ലീസ് ചോദിക്കും. ചേട്ടൻ്റെ ആധാർ കാർഡ് നമ്പർ ഒന്നും ചോദിക്കരുത്. അതൊന്നും എനിക്ക് വേണ്ട. അല്ല, എനിക്ക് അറിയാത്തോണ്ടാ. ഓക്കെ, ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ഈ ഒരു മീഡിയ ഫീൽഡിൽ? മീഡിയ ഫീൽഡിലെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് വിവേകാണ്. വിവേകിനെ അറിയോ? വിവേക് നേരത്തെ ഇന്ത്യ വിഷനിലായിരുന്നു, ഇപ്പം മലയാള മനോരമയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. അല്ല, മീഡിയ എന്ന് ചോദിച്ചോണേ. അതെ, മീഡിയ തന്നെ ചോദിച്ചാൽ അതല്ല ചോദിച്ചത്. പിന്നെ ചേട്ടൻ്റെ ഇപ്പം ഇത്രയും ആക്ടിങ് ഫുൾ ഇത്രയും വർഷങ്ങളായി ചേട്ടൻ ചെയ്യുന്നു. അപ്പോൾ ചേട്ടൻ്റെ എന്തെങ്കിലും വിഷ് ഉണ്ടോ പൂർത്തിയാവാൻ പറ്റാതെ? കാരണം ആക്ടിങ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സോ ഡബ്ബിങ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി. സോ അല്ലാണ്ട് എന്തെങ്കിലും ഒരു വിഷ് ഉണ്ടോ, ഇതും കൂടെ ചെയ്തിരുന്നെങ്കിൽ എന്നെന്തെങ്കിലും? എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലാതെ നമുക്ക് ആഗ്രഹങ്ങൾ അത് മറ്റൊന്നാണ്. എനിക്ക് ഇന്നത് ചെയ്യണം അങ്ങനെയല്ല. നമുക്ക് അതൊരു മെച്യൂർഡ് പോയിൻ്റാണ് നമുക്ക്. അതായത് എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്ക് പറ്റാത്തത് ചെയ്യാൻ പറ്റാത്തത് ആലോചിക്കുമ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് പെൻഡിങ് ആവുന്നത്. എനിക്കിന്ന് പുറത്തു പോയി ഒരു ഭക്ഷണം കഴിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ ഞാൻ ആലോചിക്കും. അപ്പോൾ ഇനിയല്ല, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കത് എൻ്റെ കയ്യിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും ചിന്തിക്കാം. എനിക്കൊരു 5 സ്റ്റാറിലും പോയിട്ട് കഴിക്കാം. അപ്പം ഞാനതങ്ങ് തീരുമാനിച്ചാൽ പോരെ, എനിക്കതെങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പൊളിച്ച് ജീവിക്കുന്ന ആളാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ആരെയും വിഷമിപ്പിക്കാതല്ലേ ഒരു സന്തോഷമല്ല. വിഷമിപ്പിക്കാറില്ല, അല്ല മനഃപൂർവ്വം വിഷമിപ്പിക്കാറില്ല. പിന്നെ നമുക്കറിയില്ല, നമ്മളൊരു ആക്ഷൻ കൊണ്ട് ഇപ്പം തന്നെ ഞാനിപ്പോൾ കോഫി കഴിക്കുന്നു, ചിലപ്പം മോക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ
ഇല്ലല്ലേ? വിഷമം വേണമെങ്കിൽ ഞാൻ പറയും അതാണ്, അങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ. അല്ലാണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികൾ വന്നതുകൊണ്ടാണ് അപാര വിശേഷത്തിൽ പലർക്കും പല ഞങ്ങളുടെ ചെക്കന്മാർ ഈ സിനിമയിലെ കഥാപാത്രങ്ങളായ ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടാത്തത്. വീണ്ടും ഒരു പോയിന്റ് കിട്ടിയില്ലേ? അല്ല കല്യാണം കഴിഞ്ഞല്ലേ? അല്ല എൻ്റെ കാര്യമല്ല, ഞാൻ സിനിമയിലെ കഥാപാത്രങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? കൂടെ ചോദിച്ചോട്ടെ, എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? പാരയോ അങ്ങനെ ഏതിനാ? ഈ റിയൽ ലൈഫിൽ മാരേജിൽ എന്തെങ്കിലും അങ്ങനത്തെ അതിനുള്ള സമയം ഞാൻ കൊടുത്തില്ലല്ലോ. കൊടുത്തില്ല? കിട്ടി അല്ലേ? ഞാൻ തീരുമാനിച്ച് ഞാൻ കല്യാണം കഴിച്ച ആളല്ലേ. പിന്നെ മാരേജ് ആയിരുന്നോ? നിങ്ങൾ തന്നെ ലവ് മാരേജിന് വിളിച്ച് എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ കാര്യം ഞാൻ തന്നെ അറേഞ്ച് ചെയ്തു, ഞാൻ തന്നെ എല്ലാം അങ്ങനെയൊക്കെ പറയാല്ലേ? എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, നമ്മളെല്ലാം കഴിച്ചു. ഓക്കെ. അപ്പൊ ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? മീൻസ് ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാം, എന്നാലും ചിലവർക്ക് ഇങ്ങനെ ഇല്ല. ഞാൻ സിനിമ മാത്രം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഡബിങ്ങിനെ കുറിച്ച് ഒന്ന് പറയാം. ഇപ്പൊ പൊന്നിയിൻ സെൽവത്തിൽ നല്ലൊരു ഇതാണ് ചെയ്തത്. അപ്പൊ ഇനിയും ഡബിങ് ചെയ്യാൻ വിളിച്ചാൽ ഉറപ്പായിട്ടും പോകും. എപ്പോൾ വിളിച്ച് നോക്കൂ, അപ്പോൾ പോകും. അപ്പൊ ഞാൻ വിളിക്കാം. തീർച്ചയായിട്ടും. അല്ല, അപ്പൊ ആത്മാർത്ഥം ചോദിക്കണം. അവന് ഗുമ്മിനോട് ചോദിച്ചത്. ഇതിപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ച പോലെ, നീ ഇപ്പൊ സിനിമയിലൊക്കെയാണ്, നമ്മളൊരുമിച്ച് പഠിച്ചാണ്, എൻ്റെ അനിയൻ്റെ കല്യാണമാണ്, ഞാൻ വിളിച്ചാൽ നീ വരുമോ? നീ അത് വിളിക്കേ. തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പ് വെച്ചല്ല, പ്രൊഫഷണൽ വിളിച്ചാൽ മതി. പ്രൊഫഷണലി ആണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അവിടെ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട്. സത്യം പറ ശമ്പളം കുറയ്ക്കാണോ? അങ്ങനെയൊന്നുമില്ല. ഈ സിനിമയിലെ മ്യൂസിക് ഒക്കെ എങ്ങനെയായിരുന്നു? ഇഷ്ടപ്പെട്ടു? 3 പാട്ടുകളുള്ളത്. ജാസിയണ്ണം പാടിയിട്ടില്ല. ജാസിയണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാസിയണ്ണം പാടിയൊരു പാട്ടുണ്ട്, പിന്നെ 2 കുട്ടികൾ പാടിയ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, പിന്നെ ഒരു പാട്ടും കൂടി, റൊമാൻറ്റിക് പാട്ട്. 3 പാട്ടുകളാണ്, നല്ല പാട്ടുകളാണ്. നോക്കാം. ഇപ്പോൾ ഒരു പാട്ട് റിലീസ് ചെയ്തു, ഇനിയിപ്പം അടുത്ത പാട്ട് ഇപ്പോൾ ഉടനെ ചെയ്യുന്നുണ്ട്. ആ പാട്ട് എങ്ങനെയാ ചേട്ടനകത്തുണ്ടാ? ഒരു സോങ്ങിൽ നമ്മളുണ്ട്, ഒരു സോങ്ങിലുണ്ട്. പിന്നെ ജാസിയണ്ണന്റെ ആ സോങ്ങിൽ നമ്മളുണ്ട്. ഉറപ്പായിട്ടും എന്തായാലും അടിപൊളിയാവട്ടെ. പിന്നെ അതുപോലത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കല്യാണ രീതി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ മെഹന്തി പോലത്തെ സംഭവങ്ങൾ, ഇങ്ങനെ പണ്ടൊന്ന് കല്യാണം റിച്വൽസ് ഇല്ല നമ്മുടെ ഈ ആചാരങ്ങളൊക്കെ എന്ന് വെച്ചാൽ, നമ്മൾ ബ്രാഹ്മിൻസിനാണെങ്കിൽ അറിയാമല്ലോ, കുറേ മണിക്കൂറുകളോളം തേങ്ങ ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മടിയിലിരുന്ന് അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നേരെ പോവുക, താലി കെട്ടുക, അല്ലെ താലി കെട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, കല്യാണം വെച്ചു, ചിലപ്പോൾ ലിവിനായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഒരു ഒപ്പീനിയൻ? ഇതൊന്നും നമുക്ക് 5 മണിക്കൂർ എല്ലാ ആഘോഷങ്ങളും നടത്തി കല്യാണം കഴിക്കാം. ചിലർക്കത് ഒരു ഒപ്പിൽ തീരുന്ന കാര്യമായിരിക്കും. നമ്മൾ 2 പേരാണ് തീരുമാനിക്കുന്നത് കല്യാണം കഴിക്കാം എന്ന്. 2 പേർ തമ്മിൽ തീരുമാനിക്കുന്നു. അവർ തമ്മിൽ തീരുമാനിക്കുന്നതാണ് അവരുടെ ബേസിക്, എങ്ങനെ വേണം അവരുടെ കല്യാണം, അത് അവർ തീരുമാനിച്ചാൽ മതി. അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾ മുമ്പിൽ വെച്ച് എന്ത് സമയം കളഞ്ഞിട്ടും അതിനൊക്കെ ഇതിനൊക്കെ ഒരു അർത്ഥം വരുന്നത് അവർ സന്തോഷമായും സമാധാനമായും ജീവിച്ചാലാണ്. അപ്പം അതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ദിവസത്തെ ആഘോഷ കമ്മിറ്റി അല്ല. അപ്പോൾ ഈ സിനിമയ്ക്കകത്തും ഈ ഒരു കല്യാണത്തിനെ കുറിച്ചാണല്ലോ മെയിൻലി വരുന്നത്. ആ ഒരു കല്യാണം മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു അപാര കല്യാണ വിശേഷം ഈ 5 പേരുടെ കല്യാണത്തിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ പെണ്ണ് കാണലും അങ്ങനത്തെ കുറേ ഈ സിനിമയിൽ ഒരുപാട് പെണ്ണ് കാണൽ സീക്വൻസുകളുണ്ട്. ഭയങ്കര രസകരമായ സീക്വൻസാണ്. കാരണം എന്താ വെച്ചാൽ പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്നു, പുതിയ വീടുകൾ, പുതിയ അപ്പനമ്മ, അവരുടെ അടുത്തേക്ക് പോകുന്നതും അവിടെ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. എന്തിന്? ആ ഒരു ക്യാരക്ടറിന്റെ ബേസിൽ ഇത് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണ്ടേ? അതുകൊണ്ട് ഓക്കെ ഫൈൻ. അപ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള ഈ ഒരു മൂവിയെ കുറിച്ച്? ഇതൊരു വളരെ സിമ്പിളായി പറയുന്ന സിനിമയാണ്. പോയി അവിടെ സിമ്പിളായി ഇരുന്നാൽ നിങ്ങൾക്ക് കാണുക, പോരാ. ഓക്കെ, എന്തായാലും സോ ഹാപ്പി. കുറച്ച് നേരം നമ്മൾ അടുത്ത് സംസാരിച്ചതിന് ജസ്റ്റ് ഒന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാമോ? ഞാൻ തന്നെ വൈൻഡപ്പ് ചെയ്യണോ? ചുമ്മാ രസമല്ലേ? അപ്പോൾ നല്ല കുറേ ചോദ്യങ്ങൾ, നല്ല ഉത്തരങ്ങളാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് തോന്നിയ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ മഹാറാണി തിയേറ്ററിലുണ്ട്. ആ സിനിമയുടെ കൂടെ നിന്നതിന് സന്തോഷം, നൽകിയ സ്നേഹത്തിന് സന്തോഷം. ഒപ്പം ഒരു അപാര കല്യാണ വിശേഷം എന്ന് പറയുന്ന നമ്മുടെ ഒരു സിനിമയും കൂടി വരികയാണ്. ഈ സിനിമയ്ക്കും നിങ്ങൾ കുറച്ച് ശ്രദ്ധയും കരുതലും കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം മറ്റുള്ള സിനിമകളൊക്കെ വരുന്നുണ്ട്, കുറച്ചധികം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. സ്നേഹത്തിന്, വിമർശനങ്ങൾക്ക് കൂടെ നിന്നതിന്, എല്ലാത്തിനും. അപ്പോൾ എല്ലാവർക്കും ഒരു
ക്രിസ്മസും കൂടി ആശംസ പറഞ്ഞേക്കാം അഡ്വാൻസ് ആയിട്ട്. ഗംഭീരമാവട്ടെ ഡിസംബറും ക്രിസ്മസും പിന്നെ ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.